ഒരു ചെറിയ നല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ആനന്ദ് ശ്രീബാല. ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു കേസ് എങ്ങനെയാണ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇല്ലാത്തൊരാൾ റീഓപ്പൺ ചെയ്ത് അന്വേഷിക്കുന്നത് എന്നാണ് സിനിമയുടെ മെയിൻ കഥ. ആൻഡ് അത് നല്ല എൻഗേജിങ് ആയിട്ട് തന്നെ അവർ കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു കഥയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ഈ ഒരു കേസിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റിയിലേക്ക് എത്താൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് സിനിമ. ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഭയങ്കര എൻഗേജിങ് ആയിട്ട് സിനിമ പോകുന്നുണ്ട്. ആ ഒരു സെക്കൻഡ് ഹാഫ് മുഴുവനായിട്ട് ആ ഒരു ത്രില്ലിംഗ് മൊമെൻറ്റ്സ് സിനിമ സമ്മാനിക്കും. പക്ഷേ ഞാനീ പറഞ്ഞ ഫസ്റ്റ് ഹാഫിൽ കമ്പയർഡ് ടു സെക്കൻഡ് ഹാഫാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ മൊത്തത്തിലല്ല. സെക്കൻഡ് ഹാഫ് ഭയങ്കര ഒരു ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള സാധനമായിട്ട് പോകുമ്പോൾ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലൂസുണ്ടായിട്ട് പോലെ തോന്നും. എന്നാലും ആ ഒരു ക്യാരക്ടർ ആരാണ്, ആ ഒരു മെയിൻ പ്രോട്ടഗോണിസ്റ്റ് എന്താണ്, അദ്ദേഹത്തിൻ്റെ മെയിൻ പ്രോമോസ് എന്തൊക്കെയാണെന്നൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പോർഷൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അതും ഇൻ്റർവെൽ വരെ നമ്മൾ സമയം പോയതുപോലെ അറിയില്ല. പക്ഷേ ആ ഒരു ഈ സെക്കൻഡ് ഹാഫിലുള്ള കുറേ കൂടി ഇൻട്രസ്റ്റിംഗ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ആ ഒരു കേസിലുള്ള കുറേ കൂടി ലൂപ്പ് ഹോൾസോ അല്ലെങ്കിൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ തന്നെ ഫസ്റ്റ് ഹാഫിലും കൂടി വെക്കായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ കണ്ടു കഴിഞ്ഞു. പക്ഷേ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല എൻഗേജിങ് ആയിട്ട് ഒരു ബോറടി ലാഗടി ഇല്ലാതെ നല്ല തറവായിട്ട് നമ്മൾ ആ ഒരു കേസിൽ ഇൻവെസ്റ്റഡായിട്ട് കണ്ടിരിക്കുന്ന ഒരു സിനിമ. ചെറിയ പടമാണ്, വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട്. ആൻഡ് ഓവർ എക്സാഗ്രേറ്റഡ് ആയിട്ട് കാണിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടായിരുന്നു സിനിമയിൽ. വേണമെങ്കിൽ ആ ഒരു ഹീറോയ്ക്ക് ഒരു മാസ് അപ്പീൽ കൊടുത്ത് വേറെ ലെവലിലേക്ക് ഈ സാധനം കൊണ്ടുപോയിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും പോവാതെ പോരാത്തതിന് ഒരു ചെറിയ അമ്മാപ്പാസം സെറ്റപ്പ് ഉണ്ട്. അതിനെ വലിച്ചു നീട്ടി അലമ്പാക്കാതെയും സിനിമ എവിടെ നിർത്തണം അവിടെ നിന്ന് പ്രോപ്പറായിട്ട് നിർത്തിക്കൊണ്ട് സിനിമ പോകുന്നുണ്ട്. സോ അങ്ങനത്തെ കുറേ സാധനങ്ങൾ, പിന്നെ ഹീറോയിനായിട്ടൊരു വേണമെങ്കിൽ ഒരു ലവ് ട്രാക്ക് ഇങ്ങനെ വേറെ പോകാം, അങ്ങനെ കുറേ ക്ലീഷേഡ് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ക്രിഞ്ചായിട്ടുള്ള സാധനങ്ങൾ വരേണ്ട കുറേ മൊമെൻറ്റ്സിനെ നീറ്റായിട്ട് അവർ മാറ്റിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്ന ഒരു രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഡയറക്ടറിൻ്റെ ഫസ്റ്റ് പടം എന്ന് പറയുന്നതുകൊണ്ട് ഒരു ഭയങ്കര റിയലിസ്റ്റിക് അപ്രോച്ചിലാണ് ഈ സാധനം എടുത്തിട്ടുള്ളത്. അവർ നോർമലി കാണുന്ന ഒരു കൊമേഴ്ഷ്യൽ സിനിമാറ്റിക് അപ്രോച്ചിലൊന്നും അല്ലാത്തത് കൊണ്ട് നല്ല ഡീസൻ്റ് ആയിട്ടുള്ളൊരു മൂവിയാണ് ആനന്ദ് ശ്രീബാല. ഈ പറയുന്ന ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമകളൊക്കെ കണ്ട് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരിടത്തുനിന്ന് കണ്ടുപോക്കുക. വലിയ മാരക ബ്രഹ്മാണ്ഡ സെറ്റപ്പ് ഒന്നുമല്ല എങ്കിലും ആ ഒരു കേസ്, ആ ഒരു ചെറിയൊരു കേസ്, അതിൻ്റെ ലൂപ്പ് ഹോൾസും അതിലെ ട്വിസ്റ്റ് ആൻഡ് ടേൺസും ഒക്കെ ഇങ്ങനെ നല്ല നീറ്റായിട്ട് സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് അർജുൻ അശോകിൻ്റെ ക്യാരക്ടർ മുതൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മാത്രമേ സിനിമയിലുള്ളൂ. അവരെ തന്നെ റിവോൾവ് ചെയ്തിട്ടാണ് ഈ ഒരു കഥ മുഴുവനായിട്ട് ഇങ്ങനെ പോകുന്നത്. സോ കാസ്റ്റിംഗ് നന്നായിരുന്നു. മൊത്തത്തിൽ നല്ലൊരു ഡീസൻറ്റ് വാച്ചായിരുന്നു എനിക്ക് ആനന്ദ് ശ്രീബാല എന്ന ചിത്രം. ഓൾറെഡി കണ്ടവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലുള്ള വീണ്ടും കാണാം. നന്ദി.